2 ചായ വിത്തൗട്ട്. ആ ഒരു ടീ. ഷുഗർ വേണ്ട ചേട്ടാ. ചിത്താഴക്ക് ഇങ്ങനെ എപ്പിടി പോறது? ഇനിയിപ്പൊ ജീപ്പ് ഒന്നും നോക്കണ്ട, ലോറി വരും. ലോഡ് എടുക്കാൻ പോണ വണ്ടിയെ വണ്ടിക്കാർക്ക് ചില്ലറ എന്തെങ്കിലും കൊടുത്താ മതി. ശരി. എവിടുന്നാ? രാമേശ്വരം. രാമേട്ടാ ചായ പറയട്ടെ? ചായ ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടത്തിൽ കടി ഉറപ്പല്ലേ? സാറിന് അന്വേഷിച്ച ഒരാൾ വന്നിരുന്നല്ലോ. ആരാന്നറിയില്ല, ആ പുഴക്കരയിലോട്ട് പോയിട്ടുണ്ട്. என்னமோ ஒரு இன்னும் புரியாத பயம். வயசானதால வந்துருச்சோன்னு என்னைய நானே சமாதானப்படுத்திக்கிட்டேன். ஆனா ரெட்டியை பத்தி கேள்விப்பட்டதுக்கு அப்புறம் எனக்குள்ள ரெட்டியோட பையன், அவனோட மனைவி 3 பேரையும் ஃபார்ம் ஹவுஸ்ல வச்சு கொண்டிருக்காங்க. ஏன் எதுக்கு யாருன்னே தெரியலையே ராம். முதல்ல நாயக் சார், அப்புறம் மோகன் ராவ், இப்போ ரெட்டி. மிச்சம் இருக்கிறது நம்ம 2 பேரும் தான். ராம், நாயக் செத்தது ஆக்சிடென்டாவே வச்சுப்போம். எல்லாம் முடிஞ்சு 11 வருஷத்துக்கு அப்புறம் மோகன் ராவ். கரெக்டா 8 மாசம். இப்போ ரெட்டி. മോഹൻ റാവു, നായിക് സാർ 2 പേരും കാർ ആക്സിഡന്റിലാണ് മരിച്ചത്. അങ്ങനെയാണല്ലോ? அப்படிதான் உலகம் நம்பிக்கிட்டு இருக்கு. ஆனா அது 2மே பிளான்ட் மர்டர் தான். ராமா, நமக்கு பின்னாடி அவங்க தான் நிழல் போல இருக்காங்க. ஐம் ஷூர் அபவுட் இட். ராமா, என்னமோ தெரியல, முந்தி மாதிரி தைரியம்லாம் இப்ப இல்ல. இப்பெல்லாம் எதை பார்த்தாலுமே ஒரு ஒரு பயமாவே இருக்குடா. போன மாசம்தான் நான் என் குடும்பத்தோட ராமேஸ்வரம் போய் செட்டில் ஆனேன். ஏன்னா அங்கதானே என் சொந்தக்காரங்களாம் இருக்காங்க. ரெட்டியோட செய்தி கேள்விப்பட்டதுமே நான் உன்னை பத்தி தான் நினைச்சேன். ஆனா நீ எங்க இருக்க, என்ன பண்றேன்னு ஒரு நியூஸுமே இல்ல ராமா. கடவுள் புண்ணியத்துல அந்த நேரத்துல நம்ம ஃப்ரெண்ட் ராமானுஜம் இருக்கான்ல, அவனை மீட் பண்ண. அவன் தான் உன்னை பத்தின டீடைல்ஸ் எல்லாம் எனக்கு சொன்னான். ராமா, സൂക്ഷിക്കണടാ. എന്റെ റാവത്തർ സാറേ, വല്ലാത്തൊരു ചെയ്ത്തായി പോയി. എത്ര നാൾ കൂടിയിട്ടൊന്ന് കാണണേ, എന്നിട്ടൊന്ന് വർത്താനം പോലും പറയാൻ നിൽക്കാതെ. மணியப்பா, இப்ப நான் வந்ததை கணக்கில் எடுக்காத. அடுத்த வாட்டி கண்டிப்பா நான் ஃபேமிலியோட வரேன். கங்காவை சின்ன வயசுல பார்த்தது,
ரொம்ப நாள் ஆச்சு, இப்ப நல்லா வளர்ந்துருப்பால. நான் அடுத்த வாட்டி வரும்போது கண்டிப்பா பாக்கிறேன் ராமா. பத்தாமணியப்பா. ഓ ആളെ കണ്ടാലറിയാതെ കഷണ്ടിയും നേരെയും എനിക്ക് ആദ്യം പിടികിട്ടിയതേ ഇല്ല. ആള് വെറുതെ വന്നല്ലേ ഉള്ളൂ അല്ലേ? ആ വെറുതെ. എന്തടാ? എനിക്ക് മോളെ ഒന്ന് ഫോൺ ചെയ്യണം, അടിവാരം വരെ. എടാ, ഈ അർദ്ധരാത്രിക്ക് ഏത് ബൂത്ത്? നീ കിടന്നോ? എടാ, രാമ, എന്തടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല. മോളുടെ കാര്യത്തിൽ നിനക്കെന്തോ ആദിയുണ്ട്. പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താടാ, എന്താന്ന് പറ. ഒന്നുമില്ല. അവളല്ലേ ഉള്ളു എനിക്ക്. ഒരുപാട് അനുഭവിച്ചില്ലടാ നീ. ഇനിയെങ്കിലും ഈ അലച്ചിലൊന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്ക്. സ്വന്തമായൊരു വീട് മോളുടെ ഏറ്റവും വലിയ സ്വപ്നം അതല്ലേടാ. ആദ്യം അവളുടെ പഠിപ്പ് കഴിയണം. കാവേരി ആഗ്രഹിച്ചതുപോലെ ഡോക്ടറാകണം. പിന്നെ അവൾക്ക് നല്ലൊരു ജീവിതം. അത് കഴിഞ്ഞുള്ളത് ആർക്കറിയാം. അയ്യോ, ഇരിക്കുന്നു അനങ്ങാപ്പാറ. ആ ചരക്കിലൊന്ന് തീ കൊടുത്തടാ. ഓ, പൊട്ടനോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആരെങ്കിലും കർത്താവേ, ഇന്നൊരു നല്ല ദിവസമായിരിക്കണേ. സ്വാമിൻ, മത്തായി സ്വാമി, ഇവിടെ ഇവിടെ എവിടെ? ഇവിടെ 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 ഓ സ്വാമി, വര്യ വര്യ. സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അനുഗ്രഹിച്ചാലും നന്നായി വരട്ടെ. എന്റെ എപ്പോഴെങ്കിലും. മോളമ്മേ കൂടി അനുഗ്രഹിച്ചാട്ടെ. അതിവിടെ കാണുന്നില്ലല്ലോ. അവളങ്ങ് ബൈസൺ വാലിയില്ല, എന്റെ ഭാര്യ. അത് ശരി, ഭാര്യയായിരുന്നു. ശരി, അനുഗ്രഹിച്ചിരിക്കുന്നു. നന്നായി വര്യ. വത്സൻ നിൽക്ക. അതൊരു വൃത്തികെട്ട ശബ്ദം. ലവണസംഹാരി ഗുളിക ശുദ്ധമായ വാറ്റിൽ ചാലിച്ച് മാത്രമേ കഴിക്കാവൂ, എന്നാലേ ഫലമുണ്ടാവൂ. ഒരു 100 മില്ലി സ്വാമിക്ക് തന്നാട്ടെ. ഓ, ഗ്ലാസ്. എന്നാ പറ്റി സ്വാമി? ലവണ ആരെങ്കിലും ഇടിച്ച് കലക്കിയോ? പറയാം. ചാലക്കുടിക്കാര് രാജമ്മയ്ക്ക് പുത്ര സൗഭാഗ്യത്തിന് രക്ഷ എഴുതി കൊടുത്തതാ. രക്ഷ കെട്ടുമ്പോ രാജന്മയുടെ പിൻഭാഗത്തെന്റെ യോഗദണ്ഡ് കൊണ്ടുവന്നും പറഞ്ഞ് അവൾ എന്റെ പൂർവാശ്രമത്തിൽ മുട്ടുകാലി കയറ്റി. ഒരു 100 മില്ലിയുടെ തരിക. അതല്ല, നാട്ടുകാർക്ക് മുഴുവൻ രക്ഷ എഴുതി കെട്ടി കൊടുക്കുന്ന ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതി അരയെ കെട്ടാൻ മറന്നുപോയി. ഗുരുനാഥ, എന്താ ഒരു രുചി വ്യത്യാസം? തോന്നിയല്ലേ? ഇത് മുന്തിരി, ഇത് ബാറ്ററി.
അതാണ് പിള്ളയുടെ വാറ്റ്. കത്തി കേറുന്നല്ലയോ? ആ ഹരി ഓം. സ്വാമിക്ക് ധ്യാനത്തിനുള്ള സമയമായി പോയിക്കൊള്ളുക. സ്വാമി. ഭാഗ്യം അയാൾ അങ്ങ് പോയി. നാം അറിയാതെ കുഴിച്ചിട്ടിരിക്കുന്നു അല്ലേ? ഇങ്ങോട്ട് വരിക. എന്റെ പൊന്നു ബാറ്ററി ബാറ്റേ.